Nothing OS 3.0 ബീറ്റ വെർഷൻ നമ്മുടെ 2 കിട്ടിയിരിക്കുകയാണ്. അടിപൊളി UI. ഞാൻ ഇതിന്റെ വീഡിയോ സാധാരണ UIയുടെ വീഡിയോ ചെയ്തിട്ട് കുറേ കാലമായെന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിക്കാൻ കാരണം ഇത് അത്രയും ക്ലീൻ ആയിട്ടും നല്ല സ്മൂത്ത് ആയിട്ടും ഫീൽ ചെയ്തതുകൊണ്ടാണ്. സോ നത്തിങ് ഫോൺ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇത് അടുത്ത അപ്ഗ്രേഡ് 3.0 വരാൻ പോവുകയാണ്. അത് വരുമ്പോൾ ഇതുപോലെ സ്മൂത്ത് ആയ നൈസ് UI കിട്ടും. ഒപ്പം തന്നെ കുറച്ചധികം ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. ആദ്യം തന്നെ വിഷ്വൽ ചേഞ്ച് ആണ് ഒരു പ്രധാന മാറ്റം വന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് UI നോക്കിയോളൂ. നിങ്ങൾ ഇത് ഇപ്പോൾ ഫുൾ വൈറ്റ് ആണ്. സാധാരണഗതിയിൽ നത്തിങ് OSൽ മുമ്പ് ഉണ്ടായിരുന്നത് നമ്മൾ ഡാർക്ക് മോഡ് ഇട്ടാലും ലൈറ്റ് മോഡ് ഇട്ടാലും അത് ബ്ലാക്ക് തന്നെയായിരിക്കും, ഒരു രക്ഷയില്ല. അതിന്റെ ക്വിക്ക് പാനൽ, അതായത് ഈ കൺട്രോൾ സെന്റർ എന്ന് പറയുന്ന സംഭവം ഫുൾ ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് നിൽക്കുക. പക്ഷേ 3.0ലേക്ക് വരുമ്പോൾ ലൈറ്റ് മോഡിൽ ഇട്ടാൽ ലൈറ്റ് കളറിൽ കാണും, ഡാർക്ക് മോഡിൽ ഇട്ടാൽ ഇത് ഡാർക്ക് കളറിലേക്ക് മാറും. നന്നായി. ഒപ്പം തന്നെ വളരെ സ്മൂത്ത് ആയ ആനിമേഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ ഫ്ലൂയിഡ് ആയ സ്മൂത്ത് ആയ ആനിമേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു നത്തിങ് ടീം എന്ന് പറയാം. സോ അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത്. പിന്നെ സെറ്റിംഗ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കണ്ടോ, മുമ്പ് അത് വേറൊരു രീതിയിലായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം വലിയ വിഡ്ജറ്റ് പോലെയൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി ഇപ്പോൾ നോർമലായ ആൻഡ്രോയിഡിന്റെ സ്റ്റൈലിലേക്ക്, സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഇത് കൂടാതെ വന്ന ചില വിഷ്വൽ മാറ്റങ്ങളാണ്. ഫിംഗർ പ്രിന്റ് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പുതിയൊരു ആനിമേഷൻ സ്റ്റൈൽ വന്നിട്ടുണ്ട്. സോ അപ്പോൾ UI മൊത്തത്തിൽ ഒന്നും കൂടി ഭംഗിയാക്കി സ്മൂത്ത് ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ കൺട്രോൾ സെന്റർ അല്ലെങ്കിൽ ക്വിക്ക് പാനൽ ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമ്മുടെ ഐഫോണിലൊക്കെ ഇപ്പോൾ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. iOS 18 വരുമ്പോൾ അതിൽ ഇതിൻ്റെയൊക്കെ സൈസ് എങ്ങനെ വേണമെങ്കിലും കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ നത്തിങ് OSലും നമുക്ക് പറ്റും 3.0 വരുമ്പോൾ. അതിലൊരു ടൈലും നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് ഷ്രിങ്കായി ചെറിയൊരു ഡോട്ട് നോർമൽ ചെറിയ ഐക്കണിലേക്ക് മാറും. അത് വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതായി വരും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കൺട്രോൾ സെന്ററിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നമ്മുടെ iOS 18ലൊക്കെ പറ്റുന്ന പോലെ ഇതിലും ചെയ്യാം. പിന്നെ ഒരു നല്ല കാര്യം വന്നിരിക്കുന്നത് ഇതിന്റെ ബ്രൈറ്റ്നസ് സ്ലൈഡർ കൈ എത്തുന്ന തരത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വിരലിന്റെ അടുത്തേക്ക് താത്തി കൊടുത്തു. മുമ്പ് അത് മുകളിലായിരുന്നു, നമുക്ക് 2.5 വരെ അത് മുകളിലായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി റീച്ചബിൾ ആയിട്ടുണ്ട് കൈക്ക്. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മാറ്റമായിട്ട് കണ്ടത് ആപ്പ് ഡ്രോയിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. അതായത് നമുക്ക് ഇതിനകത്ത് ഇനി പിൻ ചെയ്യാൻ പറ്റും ആപ്പുകൾ. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന, നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യേണ്ട ആപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് പിന്ന് കൊടുത്താൽ നമ്മുടെ ടോപ്പിൽ വന്നത് പിന്നായി കിടക്കും. നിങ്ങൾക്ക് 4 8 എത്ര ആപ്പ് വേണമെങ്കിലും അവിടെ നമുക്കിങ്ങനെ പിൻ ചെയ്ത് മുകളിലേക്ക് ഇടാം. ഇനി വേണമെങ്കിൽ നമുക്കിത് ഗ്രൂപ്പ് ചെയ്യാം. അതായത് നമ്മുടെ ഐഫോണിലൊക്കെ ഫുള്ള് ഗ്രൂപ്പ് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. അത് താഴേക്ക് വലിച്ചാൽ ABCD രീതിയിലേക്ക് വരും. അല്ലാത്ത പക്ഷം അത് ഗ്രൂപ്പായിട്ട് കിടക്കുന്നുണ്ടാവും. ഇവിടെയും അതുപോലെ ഒരു ഗ്രൂപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്മാർട്ട് ബേറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇത് ബീറ്റ വെർഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് ഇത് ബീറ്റയിലാണ് കാണുന്നത്. പക്ഷേ എല്ലാം ഗ്രൂപ്പിംഗ് ആണ്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഏത് ഗ്രൂപ്പിൽ ഇവർ ഏതായിട്ട് വെച്ചിരിക്കുന്ന അറിയാണ്ട് തപ്പേണ്ടി വരാറുണ്ട്. എവിടെയെങ്കിലും അങ്ങനെ ഒരു സ്മാർട്ട് ഫീച്ചറും കൊടുത്തിരിക്കുന്നത്. സോ ആപ്ഡ്രോയുടെ ഭാഗത്ത് അങ്ങനെ ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ഇനി ലോക്ക് സ്ക്രീനിന്റെ ഭാഗത്താണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം വേറെ വന്നിരിക്കുന്നത്. ക്ലോക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാം. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് കസ്റ്റമൈസ് കൊടുത്ത് ഒന്ന് ഫിംഗർ പ്രിന്റ് വെച്ച് കഴിഞ്ഞാൽ പല ഡിസൈനിലുള്ള ക്ലോക്കുകൾ വന്നിട്ടുണ്ട്. സോ അതിൽ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അത് കൂടാതെ നമുക്ക് ഈ വിഡ്ജറ്റ് ഉണ്ടല്ലോ, ഇവിടെ കാണുന്ന വിഡ്ജറ്റിനെ എക്സ്പാൻഡ് വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ എനേബിൾ ചെയ്താൽ അത് വലുതാവും. നമുക്ക് കൂടുതൽ ഐക്കൺസ് അതിലേക്ക് ആഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇത്രയുമാണ് വിഷ്വലി പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന പ്രധാന മാറ്റമായിട്ട് തോന്നുന്നത്. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, പ്രധാന മാറ്റങ്ങൾ ഇതാണ്. ഇത് കൂടാതെ ക്യാമറയിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാമറ നമ്മൾ സാധാരണ പഴയ 2.5 വരെയുള്ള OS വെർഷനുകളിൽ നമ്മൾ ക്യാമറയിൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ അതൊന്ന് പ്രോസസ്സായി വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇപ്പോൾ അത് വളരെ ഫാസ്റ്റ് ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അപ്പം തന്നെ ഇവിടെ പ്രോസസ്സായി വന്നിട്ടുണ്ട്. ജസ്റ്റ് 1 സെക്കൻഡ് മാറ്റം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത്രയും പോലും ഇല്ല. എനിക്ക് ഇൻസ്റ്റാന്റ്ലി കിട്ടുന്ന പോലെയാണ് തോന്നിയത്. അവർ പറയുന്നത് 1.5 സെക്കൻഡ് അങ്ങനെ എന്തോ ഒരു ടൈം പറയുന്നുണ്ട്. ബട്ട് ഇത് വളരെ ഫാസ്റ്റായി. HDR ഒക്കെ ആണെങ്കിൽ HDR പ്രോസസ്സിംഗ് വളരെ ഫാസ്റ്റായി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോണല്ല, എൻ്റെ പ്രൈമറി ഫോൺ അല്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ പ്രൈമറി ഫോണായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് നോക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തിട്ടാണ് നത്തിങ് OS 3.0 വരുന്നത്. ഇനി മറ്റൊരു ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയ സംഗതി ഇവർ ആഡ് ചെയ്തിരിക്കുന്നത് പുതിയ വെർഷൻ എന്ന് പറയുന്നത് ഇതിലെനിക്ക് കിട്ടിയില്ല, പക്ഷെ വരും. അതായത് കൗണ്ട് ഡൗൺ വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. വളരെ നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ബർത്ത്ഡേ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ബർത്ത്ഡേ വരുന്നുണ്ട്. നമുക്ക് ആ വിഡ്ജറ്റ് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് എന്നുള്ളത് അവിടെ കാണിച്ചുകൊണ്ടിരിക്കും. വിഡ്ജറ്റിൽ നമുക്ക് കാണാൻ പറ്റും. സോ 2 ദിവസം ബാക്കിയുള്ളപ്പോൾ 2 ദിവസം ഉള്ളൂ എന്ന് കാണിക്കുന്നു. ആ ദിവസമാകുമ്പോൾ കൃത്യമായിട്ട് ഒരു ടൈമർ റിമൈൻഡറൊക്കെ വെച്ച പോലെ നമുക്കവിടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം എത്ര ദിവസം ബാക്കിയുണ്ട്. ഇത് ബർത്ത്ഡേക്ക് മാത്രമല്ല, നിങ്ങളുടെ ഏത് തരം ഇവൻ്റ് ആണെങ്കിലും ആ വിഡ്ജറ്റിൽ ആഡ് ചെയ്തിടാൻ പറ്റും. കൗണ്ട് ഡൗൺ വിഡ്ജറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. വളരെ യൂസ്ഫുൾ ആണ്. ഇതാർക്കാണ് യൂസ് ആവുകയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചും ഭാര്യമാരുടെയും കാമുകിമാരുടെയൊക്കെ ബർത്ത്ഡേകൾ മറന്നു പോകുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തൊരു സംഭവമാണ് ഈ വിഡ്ജറ്റിൽ തന്നെ വന്നിരിക്കുന്ന പുതിയൊരു വിഡ്ജറ്റ് ഉണ്ട്. ഷെയർ ചെയ്യാൻ പറ്റുന്ന വിഡ്ജറ്റുകൾ വരുന്നുണ്ട്. അതായത് അതും ഇതിൽ എനിക്ക് കിട്ടിയില്ല, പക്ഷേ അത് ഉണ്ടോയെന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പക്ഷേ അത് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രാവിലെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്, നിങ്ങൾ എത്ര ഫുഡ് സ്റ്റെപ്പ് നടന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ വിഡ്ജറ്റ് ഇട്ടുകൊണ്ട് കാണാം. പക്ഷേ അതേസമയം തന്നെ നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ട് നിങ്ങൾക്ക് സഹകരിച്ചത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അവൻ എത്ര നടന്നു നമ്മൾ എത്ര നടന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു വിഡ്ജറ്റ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് വാങ്ങിക്കാം. നിങ്ങളുടെ വിഡ്ജറ്റ് അവനും ഷെയർ ചെയ്ത് കൊടുക്കാം.
സോ അപ്പോൾ നിങ്ങൾക്ക് 2 വിഡ്ജറ്റുകൾ മുകളിലും താഴെയായിട്ട് കിടക്കും. നിങ്ങൾ നടക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് അടുത്ത വിഡ്ജറ്റിൽ നിങ്ങളുടെ സുഹൃത്ത് എന്തോരം നടക്കുന്നുണ്ട് അവിടെ എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. മൊത്തം ഹെൽത്ത് ആപ്പ് ഷെയർ ചെയ്യുന്നില്ല, ജസ്റ്റ് ആ വിഡ്ജറ്റ് ഫുഡ് സ്റ്റെപ്പിൻ്റെ കൗണ്ട് ആണെങ്കിൽ അത് മാത്രം ഷെയർ ചെയ്യാം. സോ ഇതുപോലുള്ള കോമ്പറ്റീഷൻ മോഡിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഷെയറിംഗ് വിഡ്ജറ്റ് മാത്രം ഷെയർ ചെയ്യുന്ന ഫീച്ചർ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നത്തിങ് വോയിസിൽ വന്ന വേറൊരു നല്ല മാറ്റം എന്ന് പറയുന്നത് പോപ്പപ്പ് വിൻഡോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. അത് പോപ്പപ്പ് വിൻഡോ ഒരു സൈസ് അല്ലെങ്കിൽ ഒരു വലിയ സൈസ് അല്ലെങ്കിൽ ചെറിയ സൈസ് ഇങ്ങനെ പറ്റുമായിരുന്നുള്ളൂ ഈ നത്തിങ് വോയിസ് 2.5 വരെ. ബട്ട് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് വെക്കാം. ഏത് സൈസിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നോ ആ സൈസിൽ വന്ന് നിൽക്കും. കണ്ടോ, വളരെ യൂസ്ഫുള്ളായി. പിന്നെ ഈ 2.5-ലുള്ളൊരു വേറെ പ്രശ്നമായിരുന്നു, നമുക്കത് സ്ക്രീനിൽ നിന്ന് കളയാൻ പറ്റില്ല. അത് എപ്പോഴും ആ സ്ക്രീനിൻ്റെ ഒരു കോർണറിൽ ഇങ്ങനെ നിൽക്കും, മിനിമം ആ സൈസിലെങ്കിലും നിൽക്കും. പക്ഷേ ഇതിൽ നമുക്ക് ഇങ്ങനെ താഴോട്ട് തട്ടി വിട്ടാൽ അതൊരു കോർണറിലേക്ക് പോയി ഐക്കൺ മാത്രം കാണുന്ന രീതിയിൽ നിൽക്കും. ആവശ്യമുള്ളപ്പോൾ പോപ്പപ്പ് ആയിട്ട് പുറത്തേക്ക് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു സംഗതി, ആൻഡ്രോയിഡ് 15ന്റെ ഭാഗമായിട്ടുള്ള സംഗതി ഇതിൽ വന്നിരിക്കുന്നത് ആപ്പ് മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. മുമ്പ് നമുക്കിതിൽ സ്ക്രീൻ റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സ്ക്രീൻ മൊത്തമായിട്ടാണ്, നമ്മൾ ഏത് ആപ്പ് മാറ്റി ഉപയോഗിച്ചാലും അതെല്ലാം റെക്കോർഡാവുന്ന അവസ്ഥയാണ്. ഒരു കോൾ വന്നാലും മെസ്സേജ് വന്നാലും OTP വന്നാലും ഒക്കെ റെക്കോർഡാവും. പക്ഷേ ഇതിൽ ആപ്പ് മാത്രം. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം മാത്രം റെക്കോർഡിംഗ് കൊടുക്കുകയാണെങ്കിൽ, സ്ക്രീൻ റെക്കോർഡിംഗ് കൊടുത്തിട്ട് ആപ്പ് ഓൺലി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കത് മാത്രം റെക്കോർഡായി കിട്ടും. അതിനിടയിൽ നിങ്ങൾ വേറെ എന്തൊക്കെ ആപ്പിലേക്ക് പോയി വന്നാലും വിഷയമല്ല, അതൊന്നും വരില്ല. ഗൂഗിൾ ക്രോം മാത്രം അത് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുള്ളൂ. അത് വളരെ നന്നായി. സോ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇത് കൂടാതെ കുറേ AI സംഭവങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അതൊന്നും ഇതിൽ എനിക്ക് ഇപ്പോൾ കിട്ടിക്കണ്ടില്ല വരും സമയങ്ങളിൽ. ഇതിപ്പോൾ ബീറ്റാ വെർഷൻ നത്തിങ് ഫോൺ 2Aലാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ബീറ്റാ വെർഷൻ മാറി ഒറിജിനൽ വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു. ഏത് AI ഫീച്ചറുകൾ കൂടി, AI അപ്സ്കെയിൽ, ഫോട്ടോസിൻ്റെ ഒക്കെ ക്വാളിറ്റി കൂട്ടി കാണിക്കുന്ന സംഗതി വരുന്നുണ്ട്. പിന്നെ AI ഇമേജ് ജനറേഷൻ, നമുക്ക് വാൾപേപ്പറൊക്കെ വേണമെങ്കിൽ സ്വന്തമായിട്ട് ടെക്സ്റ്റ് അടിച്ചു കൊടുത്തുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന പരിപാടി. അങ്ങനെ ഒരുപാട് AI ഫീച്ചറുകൾ നത്തിങ് ഫോണുകളിലേക്ക് വരാൻ പോവാണ്. ബീറ്റാ വെർഷനിലാണ് ഇതിപ്പോൾ റൺ ചെയ്യുന്നത്. കൂടുതൽ കുറച്ച് സമയം കഴിയുമ്പോൾ സ്റ്റേബിൾ വെർഷൻ വരുമ്പോൾ AI ഫീച്ചർ അടക്കമായിരിക്കും നത്തിങ് OS 3.0 വരാൻ പോകുന്നത്. സോ അപ്പോൾ ഇതെടുത്ത് ചെയ്യാനുള്ള കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡുള്ള ഫോണുകൾ നമ്മൾ പലതും ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഒരു ശരാശരിയാണ്, കുഴപ്പമില്ല എന്നൊരു മൈൻഡ് സെറ്റാണ് എനിക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡിനോട് പൊതുവേ ഉള്ളത്. പക്ഷേ ഇതും സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലത്തെ ഒരു സംഭവമാണെങ്കിലും വളരെ നന്നായിട്ടും പ്രീമിയം ഫീൽ തരുന്നൊരു തരത്തിലൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ എടുത്ത് ചെയ്തത്. നിങ്ങൾക്ക് എന്ത് തോന്നിയുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.